നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത് കേരളം, വനങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ, ദേശീയോദ്യാനങ്ങൾ. വനങ്ങൾ. കേരളത്തിലെ വനവിസ്തൃതി 11,309.5032 ചതുരശ്ര കിലോമീറ്ററാണ്. ഇന്ത്യയിൽ വനവിസ്തൃതിയിൽ കേരളത്തിന്റെ സ്ഥാനം 14. കേരളത്തിലെ ആകെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് വനങ്ങൾ? 29.101%. കേരളത്തിലെ സസ്യങ്ങളുടെ വന്യതയുടെയും സമൃദ്ധിയെയും കുറിച്ച് പറയുന്ന വിദേശ ഗ്രന്ഥങ്ങളാണ് മലബാർ മാനുവലും മെമ്മോയേഴ്സ് ഓഫ് ട്രാവൻകൂറും. മലബാർ മാനുവൽ വില്യം ലോഗൻ, മെമ്മോയേഴ്സ് ഓഫ് ട്രാവൻകൂർ ബ്രിട്ടീഷ് സർവേ ഉദ്യോഗസ്ഥരായ വാർഡും കോർണറും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനങ്ങൾ മൺസൂൺ വനങ്ങൾ അഥവാ ഉപോഷ്ണ ആർദ്ര ഇലപൊഴിയും കാടുകൾ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനങ്ങൾ മൺസൂൺ വനങ്ങൾ. കേരളത്തിൽ നിത്യഹരിത വനങ്ങൾ കാണപ്പെടുന്ന പ്രദേശം പശ്ചിമഘട്ട മലനിരകൾ. കേരളത്തിൽ നിത്യഹരിത വനങ്ങൾ കാണപ്പെടുന്ന പ്രദേശം പശ്ചിമഘട്ട മലനിരകൾ. വനഭൂമി കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഇടുക്കി. വനഭൂമി കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഇടുക്കി. വനവിസ്തൃതിയിൽ 2ാം സ്ഥാനം വയനാടിനും 3ാം സ്ഥാനം പത്തനംതിട്ടയ്ക്കുമാണ്. വനഭൂമി ഏറ്റവും കുറവുള്ള ജില്ല ആലപ്പുഴ. വനഭൂമി ഏറ്റവും കുറവുള്ള ജില്ല ആലപ്പുഴ. ശതമാന അടിസ്ഥാനത്തിൽ കൂടുതൽ വനമുള്ള ജില്ല വയനാട്. ശതമാന അടിസ്ഥാനത്തിൽ കൂടുതൽ വനമുള്ള ജില്ല വയനാട്. കേരളത്തിൽ റിസർവ് വനം കൂടുതലുള്ള ജില്ല പത്തനംതിട്ട. കേരളത്തിൽ റിസർവ് വനം കൂടുതലുള്ള ജില്ല പത്തനംതിട്ട. കേരളത്തിൽ ഏറ്റവും കുറവ് റിസർവ് വനമുള്ള ജില്ല ആലപ്പുഴ. ഏറ്റവും കൂടുതൽ റിസർവ് വനമുള്ള കേരളത്തിലെ ജില്ല പത്തനംതിട്ട. ഏറ്റവും കുറവ് റിസർവ് വനമുള്ള ജില്ല ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിലെ ആദ്യ റിസർവ് വനം വിയ്യാപുരം ഹരിപ്പാട്. കേരളത്തിൽ ചന്ദന മരങ്ങൾ കാണപ്പെടുന്നത് മറയൂർ ഇടുക്കി. കേരളത്തിൽ ചന്ദന മരങ്ങൾ കാണപ്പെടുന്നത് മറയൂർ ഇടുക്കി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകൾ ഉള്ള ജില്ല കണ്ണൂർ. കേരളത്തിലെ ആദ്യ റിസർവ് വനം കോന്നി. കേരളത്തിലെ ആദ്യ റിസർവ് വനം കോന്നി. കോന്നി വനമേഖലയെ കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനമായി പ്രഖ്യാപിച്ച വർഷം 1888. കോന്നി വനമേഖലയെ കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനമായി പ്രഖ്യാപിച്ച വർഷം 1888. കേരളത്തിൽ വനവത്കരണ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന വൃക്ഷം തേക്ക്. 2ാമത് യൂക്കാലിപ്റ്റസ്. തിരുവിതാംകൂറിൽ വനനിയമം വന്ന വർഷം 1887. തിരുവിതാംകൂറിൽ വനനിയമം വന്ന വർഷം 1887. കേരള വനവത്കരണ പദ്ധതി ആരംഭിച്ച വർഷം 1998. കേരള വൃക്ഷ സംരക്ഷണ നിയമം 1986. കേരള വൃക്ഷ സംരക്ഷണ നിയമം 1986. കേരള വന നിയമം 1961. കേരളത്തിൽ വിസ്തൃതി കൂടിയ വനം ഡിവിഷൻ റാന്നി. കേരളത്തിൽ വിസ്തൃതി കൂടിയ വന ഡിവിഷൻ റാന്നി. വിസ്തൃതി കുറഞ്ഞ വനം ഡിവിഷൻ അഗസ്ത്യാവനം. കേരളത്തിൽ വിസ്തൃതി കുറഞ്ഞ വനം ഡിവിഷൻ അഗസ്ത്യാവനം. കേരളത്തിലെ വന ഡിവിഷനുകളുടെ എണ്ണം 36. കേരളത്തിലെ വന ഡിവിഷനുകളുടെ എണ്ണം 36. ഔഷധ സസ്യങ്ങളുടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ദേശീയ ഔഷധ സസ്യ ബോർഡ് ആരംഭിച്ച പദ്ധതി സഞ്ജീവനി പദ്ധതി. ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ തേക്ക് മരം കണ്ടെത്തിയിട്ടുള്ളത് നിലമ്പൂരിൽ. ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ തേക്ക് മരം കണ്ടെത്തിയിട്ടുള്ളത് നിലമ്പൂരിൽ. ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്കായി കണക്കാക്കപ്പെടുന്നത് കന്നിമരം പറമ്പിക്കുളം സാങ്ച്വറി. ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്കായി കണക്കാക്കപ്പെടുന്നത് കന്നിമരം. കേന്ദ്ര ഗവൺമെന്റിന് മഹാവൃക്ഷ പുരസ്കാരം ലഭിച്ചത് കന്നിമരം തേക്ക് 1994-95. കേരള സർക്കാരുകളുടെ പങ്കാളിത്തത്തോടെ പ്രവർത്തിക്കുന്ന കേരളത്തിലെ വനവികസനത്തിനായുള്ള പൊതുമേഖലാ സ്ഥാപനം കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ KFDC. കേന്ദ്ര സർക്കാരുകളുടെ പങ്കാളിത്തത്തോടെ പ്രവർത്തിക്കുന്ന കേരളത്തിലെ വനവികസനത്തിനായുള്ള പൊതുമേഖലാ സ്ഥാപനമാണ് കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് കോട്ടയം. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പീച്ചി.
കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് കോട്ടയം. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പീച്ചി. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത് വഴുതക്കാട്, തിരുവനന്തപുരം. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ: പെരിയാർ, ഇടുക്കി. പെരിയാർ, ഇടുക്കി. വയനാട്, വയനാട്. പറമ്പിക്കുളം, പാലക്കാട്. പറമ്പിക്കുളം, പാലക്കാട്. ചെന്തുരുണി, കൊല്ലം. ചെന്തുരുണി, കൊല്ലം. നെയ്യാർ, തിരുവനന്തപുരം. നെയ്യാർ, തിരുവനന്തപുരം. പീച്ചി, വഴാനി, തൃശൂർ. ചിന്നാർ, ഇടുക്കി. ചിമ്മിനി, തൃശൂർ. ഇടുക്കി, ഇടുക്കി. ആറളം, കണ്ണൂർ. ആറളം, കണ്ണൂർ. പേപ്പാറ, തിരുവനന്തപുരം. കുഞ്ഞിമല, ഇടുക്കി. തട്ടേക്കാട്, എറണാകുളം. തട്ടേക്കാട്, എറണാകുളം. മംഗളവനം, എറണാകുളം. ചൂലന്നൂർ, പാലക്കാട്. മലബാർ, കോഴിക്കോട്. കൊട്ടിയാർ, കണ്ണൂർ. തിരുനെല്ലി, വയനാട്. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം 18. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം 18. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം. പെരിയാർ വന്യജീവി സങ്കേതം തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി. 1934 നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി സ്ഥാപിച്ചപ്പോൾ തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ. 1934 നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി സ്ഥാപിച്ചപ്പോൾ തിരുവിതാംകൂർ രാജാവായിരുന്നത് ശ്രീ ചിത്തിര തിരുനാൾ. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം പെരിയാർ, 777 ചതുരശ്ര കിലോമീറ്റർ. പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ആരാധനാലയം മംഗളാദേവി ക്ഷേത്രം. ശബരിമല സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം. ശബരിമല സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം. പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ മറ്റൊരു പേര് തേക്കടി വന്യജീവി സങ്കേതം. പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ മറ്റൊരു പേര് തേക്കടി വന്യജീവി സങ്കേതം. ലോക ബാങ്ക് ബക്കർലിപ്പ് പഠന പദ്ധതി നടപ്പാക്കുന്ന വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം. ഇന്ത്യയിലെ 10ാമത്തെ കടുവ സങ്കേതം പെരിയാർ ടൈഗർ റിസർവ്. പെരിയാർ കടുവ സംരക്ഷണ പ്രദേശം സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ ഇടുക്കി, പത്തനംതിട്ട. പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് പീരുമേട്. പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് പീരുമേട്. പെരിയാറിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച വർഷം 1950. പെരിയാറിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച വർഷം 1950. പെരിയാറിനെ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച വർഷം 1978. പെരിയാറിനെ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച വർഷം 1978. പെരിയാറിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച വർഷം 1950. പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ കോർ പ്രദേശത്തെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം 1982. പെരിയാർ വന്യജീവി സങ്കേതം പ്രോജക്റ്റ് എലിഫന്റിന് കീഴിലായ വർഷം 1998. പെരിയാർ വന്യജീവി സങ്കേതം പ്രോജക്റ്റ് എലിഫന്റിന് കീഴിലായ വർഷം 1992. കേരളത്തിലെ 2ാമത്തെ വലിയ വന്യജീവി സങ്കേതം വയനാട് മുത്തങ്ങ വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ 2ാമത്തെ വലിയ വന്യജീവി സങ്കേതം മുത്തങ്ങ വന്യജീവി സങ്കേതം, വയനാട്. വയനാട് വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം സുൽത്താൻ ബത്തേരി. ബേഗൂർ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതം. നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം. നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതം. നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള കേരളത്തിലെ ദേശീയോദ്യാനം സൈലന്റ് വാലി. നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള കേരളത്തിലെ ദേശീയോദ്യാനം സൈലന്റ് വാലി. മാനന്തവാടി, സുൽത്താൻ ബത്തേരി എന്നീ താലൂക്കുകളിലായി വ്യാപിച്ചു കിടക്കുന്ന വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതം.
കർണാടകത്തിലെ നാഗർഹോള, ബന്ദിപ്പൂർ, തമിഴ്നാട്ടിലെ മുതുമല എന്നീ ദേശീയോദ്യാനങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം. ഒരു പ്രത്യേക സസ്യത്തിന് വേണ്ടി മാത്രം രാജ്യത്ത് നിലവിൽ വന്ന ആദ്യ ഉദ്യാനമാണ് കുറിഞ്ഞി സാങ്ച്വറി 2006 നീലക്കുറിഞ്ഞി. കുറിഞ്ഞി ഉദ്യാനത്തിൽ വളരുന്ന പ്രത്യേക സസ്യമാണ് നീലക്കുറിഞ്ഞി. 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം സ്ട്രോബിലാന്തസ് കുന്തിയാന. പശ്ചിമഘട്ടത്തിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പുഷ്പമാണ് നീലക്കുറിഞ്ഞി. പശ്ചിമഘട്ടത്തിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പുഷ്പം നീലക്കുറിഞ്ഞി. കേരളത്തിൽ എത്ര ഇനം നീലക്കുറിഞ്ഞികൾ കാണപ്പെടുന്നു? 18. എല്ലാ വർഷവും പൂക്കുന്ന കുറിഞ്ഞി ഇനം കരിങ്കുറിഞ്ഞി. നീലക്കുറിഞ്ഞി പൂക്കുന്നതിന്റെ ഓർമ്മയ്ക്കായി ഇന്ത്യൻ തപാൽ വകുപ്പ് കുറിഞ്ഞി പൂവിന്റെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2006. കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതം ചെന്തുരുണി. ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി. ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക വന്യജീവി സങ്കേതം ചെന്തുരുണി. ചെന്തുരുണി മരത്തിന്റെ ശാസ്ത്രീയ നാമം ഗ്രൂസ്ട്ര ട്രാവൻകുറിക്ക. ചെന്തുരുണി വന്യജീവി സങ്കേതം ഏത് റിസർവ് വനത്തിന്റെ ഭാഗമാണ്? കുളത്തൂപ്പുഴ റിസർവ് വനം. കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം നെയ്യാർ 1958. അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതമാണ് നെയ്യാർ, പേപ്പാറ, ചെന്തുരുണി. അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതം നെയ്യാർ, പേപ്പാറ, ചെന്തുരുണി. അഗസ്ത്യാർ ക്രൊക്കഡൈൽ റിഹാബിലേഷൻ ആൻഡ് റിസർച്ച് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം നെയ്യാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്ന ദ്വീപ് മരക്കുന്നം ദ്വീപ്, നെയ്യാർ ഡാം. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് മരക്കുന്നം ദ്വീപ്. ഏതു പാർക്കിന്റെ മാതൃകയിലാണ് നെയ്യാർ ലയൺ സഫാരി പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്? നെഹ്റു സുവോളജിക്കൽ പാർക്ക്, ഹൈദരാബാദ്. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ് 2007. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയത് തെന്മലയിൽ. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് തെന്മല. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് തെന്മല 2008 ഫെബ്രുവരി 28. ഇടുക്കി വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം പൈനാവ്. ഇടുക്കി വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം പൈനാവ്. ഇടുക്കി ജില്ലയിലെ തൊടുപുഴ, ഉടുമ്പൻചോല താലൂക്കുകളിലായി സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഇടുക്കി വന്യജീവി സങ്കേതം. തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം പേപ്പാറ വന്യജീവി സങ്കേതം. ചിമ്മിനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് മുകുന്ദപുരം, തൃശൂർ. ചാമ്പൽ മലയണ്ണാൻ, നക്ഷത്ര ആമകൾ എന്നിവ കാണപ്പെടുന്നത് ചിന്നാർ. റീഡ് തവളകൾ കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശം കക്കയം. റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ വന്യജീവി സങ്കേതം പറമ്പിക്കുളം വന്യജീവി സങ്കേതം. കേരളത്തിലെ രണ്ടാമത്തെ ടൈഗർ റിസർവാണ് പറമ്പിക്കുളം 2010. ബയോസ്ഫിയർ റിസർവുകൾ നീലഗിരി ബയോസ്ഫിയർ റിസർവ് 1986. അഗസ്ത്യാമല ബയോസ്ഫിയർ റിസർവ് 2002. കടുവ റിസർവുകൾ വയനാട്, നിലമ്പൂർ, ആനമുടി, പെരിയാർ. കടുവ റിസർവുകൾ വയനാട്, നിലമ്പൂർ, ആനമുടി, പെരിയാർ. പറമ്പിക്കുളം വന്യജീവി സങ്കേതം ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച വർഷം 2010. തൃശൂർ, തലപ്പള്ളി താലൂക്കുകളിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം പീച്ചി, വാഴാനി. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപവത്കരിച്ച വർഷം 2005. പക്ഷി സങ്കേതങ്ങൾ. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രം തട്ടേക്കാട് 1983. കേരളത്തിലെ ആദ്യ പക്ഷി സംരക്ഷണ കേന്ദ്രം തട്ടേക്കാട്, എറണാകുളം. പ്രശസ്ത പക്ഷി നിരീക്ഷകനായ സലീം അലിയുടെ പേരിലാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം അറിയപ്പെടുന്നത്.
കുട്ടുമ്പുഴ റേഞ്ചിലെ മലയാറ്റൂർ റിസർവ് വനത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം തട്ടേക്കാട് പക്ഷി സങ്കേതം. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം കുമരകം പക്ഷി സങ്കേതം കോട്ടയം. ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം കടലുണ്ടി പക്ഷി സങ്കേതം മലപ്പുറം. മയിലുകളുടെ സംരക്ഷണത്തിനായുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതം ചിലന്നൂർ പാലക്കാട്. കെ നീലകണ്ഠൻ സ്മാരക മയിൽ സങ്കേതം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ചിലന്നൂർ മയിൽ സങ്കേതം. കേരളത്തിലെ പ്രശസ്ത പക്ഷി നിരീക്ഷകനായിരുന്ന കെ നീലകണ്ഠന്റെ സ്മരണാർത്ഥം. കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം മംഗളവനം പക്ഷി സങ്കേതം. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം മംഗളവനം പക്ഷി സങ്കേതം എറണാകുളം. കേരളത്തിൽ അപൂർവ ഇനം കടവാവലുകൾ കണ്ടുവരുന്ന പക്ഷി സങ്കേതം മംഗളവനം. കേരളത്തിലെ അപൂർവ ഇനം കടവാവലുകൾ കണ്ടുവരുന്ന പക്ഷി സങ്കേതം മംഗളവനം. പക്ഷികളെ കൂടാതെ വിവിധ ഇനം ചിലന്തികളാലും ആകർഷണമായിട്ടുള്ള പക്ഷി സങ്കേതമാണ് മംഗളവനം. പ്രസിദ്ധ പക്ഷി സങ്കേതമായ പക്ഷിപ്പാതാളം സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലെ ബ്രഹ്മഗിരി മലനിരകളിൽ. പ്രസിദ്ധ പക്ഷി സങ്കേതമായ പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലെ ബ്രഹ്മഗിരി മലനിരകളിൽ. അരിപ്പ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം. അരിപ്പ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം. ദേശീയോദ്യാനങ്ങൾ. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം 5. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കി. കേരളത്തിലെ നിത്യഹരിത വനം സൈലന്റ് വാലി. കേരളത്തിലെ ഏക കന്യാവനമാണ് സൈലന്റ് വാലി. കേരളത്തിലെ ഏക കന്യാവനം സൈലന്റ് വാലി. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് സൈലന്റ് വാലി. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് സൈലന്റ് വാലി. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം 1984. ഇന്ദിരാഗാന്ധി. സൈലന്റ് വാലി ഉദ്ഘാടനം ചെയ്ത വർഷം 1985. സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധി 1985 സെപ്റ്റംബർ 7. സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധി. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് മണ്ണാർക്കാട്. ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള കേരളത്തിലെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള കേരളത്തിലെ ദേശീയോദ്യാനം സൈലന്റ് വാലി. സൈലന്റ് വാലി ഉൾപ്പെടുന്ന ബയോസ്ഫിയർ റിസർവ് നീലഗിരി. സൈലന്റ് വാലി ഉൾപ്പെടുന്ന ബയോസ്ഫിയർ റിസർവ് നീലഗിരി. സൈലന്റ് വാലി ബഫർ സോണായി പ്രഖ്യാപിച്ച വർഷം 2007. വംശനാശം സംഭവിക്കുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ദേശീയോദ്യാനം സൈലന്റ് വാലി. വംശനാശം നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ദേശീയോദ്യാനം സൈലന്റ് വാലി. സിംഹവാലൻ കുരങ്ങുകളുടെ ശാസ്ത്രീയ നാമം മക്കാക സിലനസ്. സൈലന്റ് വാലി എന്ന പേരിന് കാരണം ചീവീടുകൾ ഇല്ലാത്തത് കൊണ്ട്. സൈലന്റ് വാലി എന്ന പേരിന് കാരണം ചീവീടുകൾ ഇല്ലാത്തത് കൊണ്ട്. സൈലന്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാരൻ റോബർട്ട് റൈറ്റ്. സിംഹവാലൻ കുരങ്ങുകൾ സൈലന്റ് വാലിയിൽ മാത്രം കാണാൻ കാരണം വെടിപ്ലാവുകളുടെ സാന്നിധ്യം. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം സൈലന്റ് വാലി. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം സൈലന്റ് വാലി. മഹാഭാരതത്തിൽ സൈരന്ധ്രി വനം എന്ന് പരാമർശിക്കപ്പെട്ടിരിക്കുന്ന കേരളത്തിലെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. സൈലന്റ് വാലി നാഷണൽ പാർക്കിന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് സർക്കാർ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2009. സൈലന്റ് വാലിയിൽ കൊണ്ടുവരുന്ന ഗോത്ര വിഭാഗങ്ങൾ. സൈലന്റ് വാലിയിൽ കണ്ടുവരുന്ന ഗോത്ര വിഭാഗങ്ങൾ ഇരുളർ, മുകുടർ, കുറുമ്പർ. ഇരവികുളം പാർക്കിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച വർഷം 1975. ഇരവികുളം പാർക്കിനെ ദേശീയോദ്യാനമായി ഉയർത്തിയ വർഷം 1978. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവികുളം, ഇടുക്കി. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രം ഇരവികുളം, ഇടുക്കി. വരയാടിന്റെ ശാസ്ത്രീയ നാമം നീലഗിരി ഹൈലോക്രിയസ്. തമിഴ്നാടിന്റെ സംസ്ഥാന മൃഗമാണ് വരയാട്. ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ദേവികുളം താലൂക്ക്, ഇടുക്കി. ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ദേവികുളം താലൂക്ക്, ഇടുക്കി. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടുംചോല. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടുംചോല.
കേരളത്തിലെ ഒരേ ഒരു ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാവനം ബയോളജിക്കൽ പാർക്ക്. കേരളത്തിലെ ഒരേ ഒരു ബയോളജിക്കൽ പാർക്കാണ് അഗസ്ത്യാവനം ബയോളജിക്കൽ പാർക്ക്.